രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയമായ മുഖം, രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ജനകീയനായ നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളിൻ്റെ വീട്ടിലാണ് നമ്മളിന്നുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ മകനും മകളും കൊച്ചുമകനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ സ്വാഗതം. ഏറ്റവും ജനകീയൻ, ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന പോലെ വോയിസ് ഓഫ് ദ കോമൺ മാൻ, ഏറ്റവും ജനകീയനായൊരു നേതാവെന്നാണ് ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നത്. അങ്ങനൊരു അച്ഛൻ്റെ മക്കളായിട്ട് എന്തൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയത്? എന്താണ് അതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്? ആളുകളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പൊതുജനങ്ങളുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, ആൾക്കാരെ ഏത് പ്രോബ്ലത്തിലും സഹായിക്കുവാനൊരു മനസ്സുണ്ടാവണം. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. എനിക്ക് തോന്നുന്നു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, മാധവ സേവ എന്നുള്ളത് മാനവ സേവയാണ്, മാനവ സേവ എന്നുള്ളത് മാധവ സേവ. ആക്ച്വലി ദൈവത്തെ നമ്മൾ സേവിക്കണമെങ്കിൽ മനുഷ്യനെ തന്നെ സേവിക്കണം. അപ്പോൾ അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നടപ്പാക്കുക അത്ര എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. കാരണം ഇദ്ദേഹം ഞായറാഴ്ചകളിൽ 5 മണി വരെ ആൾ വരും രാവിലെ. അപ്പോൾ അന്ന് തൊട്ട് ആൾക്കാരെ കാണും, ആ സമയം തൊട്ട് ആളെ കാണും. അങ്ങനെ കഴിഞ്ഞ 50-60 വർഷമായിട്ട് ആ ഒരു പ്രോസസ്സാണ്. അത് പക്ഷേ റിപ്ലിക്കേറ്റീവ് അല്ലെങ്കിൽ അതേപോലെ ചെയ്യുക എളുപ്പമല്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? രാഷ്ട്രീയത്തിലേക്ക് വളരെ സജീവമായി, അതെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വാളിറ്റി അങ്ങോട്ട് ഇംബൈബ് ചെയ്ത് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ? അത്ര എളുപ്പമല്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ വന്നു ചേർന്നിട്ടുമില്ല. ഇപ്പം ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ നമ്മുടെ തലത്തിൽ ചെയ്യുന്നു. അതല്ലാതെ അങ്ങനെ ഒരു വലിയൊരു ക്രൗഡിനെ മാനേജ് ചെയ്യാനൊന്നും നമുക്കുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല. ഇങ്ങനൊരു അച്ഛൻ്റെ മകളായിട്ട് നഷ്ടങ്ങളും കുറച്ചൊക്കെ ഉണ്ടാവും അല്ലേ? നേട്ടങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. നഷ്ടങ്ങളായിട്ട് എന്താണ് ഓർത്ത് വയ്ക്കുന്നത്? നഷ്ടങ്ങൾ എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലെ അതായതുകൊണ്ട് നഷ്ടമായി. ഇപ്പം സ്കൂളിൽ വരും, ഇപ്പം ബാക്കിയുള്ളവരുടെ പേരൻസൊക്കെ PTA മീറ്റിങ്ങിന് വരും, ഫങ്ഷൻസിന് വരും, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കത് നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അച്ഛനും ചാണ്ടിക്കും തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ അതാണ് ഇവിടുത്തെ ശീലം. നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും അച്ഛനിങ്ങനെ ഗ്രൂം ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് വരണം അങ്ങനെ എന്തെങ്കിലും ഒരു ഒന്നുമില്ല. എല്ലാവർക്കും ഫുൾ സ്വാതന്ത്ര്യമാണ് 3 പേർക്കും. അല്ലാതെ ഒന്നും പ്രത്യേകിച്ച് ഗ്രൂമിങ് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, അതിന് സപ്പോർട്ട് ചെയ്യും. അപ്പോഴായിട്ട് നോ പറയത്തുമില്ല, സപ്പോർട്ട് ചെയ്ത് തരും എന്തെങ്കിലും പറയുകയാണെങ്കിൽ. അല്ലാതെ ഇന്ന വഴി പോകണം. പക്ഷെ നമുക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ അപ്പയെ കണ്ട് വളർന്നത് കൊണ്ടാകാം, അപ്പ ഇങ്ങനെ ആയതുകൊണ്ട് എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, വളരെ താഴ്മയുള്ളവരായിരിക്കണം. അത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പം എല്ലാവരെയും ഈക്വലായിട്ട് കാണണം. അതൊക്കെ അപ്പയുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്കും അങ്ങനെ പെരുമാറാൻ പറ്റും. അതിപ്പം ചാണ്ടിയാണേലും അച്ചുവാണേലും മോനാണേലും എല്ലാവരും അങ്ങനെ ഒരു ജീവിത രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വിവാദങ്ങൾ അലട്ടാറുണ്ടോ? അപ്പോൾ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇതിലായപ്പോഴും കഴിഞ്ഞ ഭരണകാലത്തുണ്ടായ ആ ഒരു കൊടുങ്കാറ്റ് പോലെ ഉണ്ടായി വന്ന് പിന്നെ അതൊന്നും ഇല്ലാതെ അങ്ങ് അലിഞ്ഞു പോയതുപോലെയായി. ഇപ്പോൾ പിന്നെ അത് ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അല്ല, അതൊക്കെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒന്നും ഇല്ല എന്നുള്ളത് ഞാനെന്ന് വിശ്വസിക്കുന്നത് കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇല്ലാത്ത കുറേ കഥകളുണ്ടാക്കി ഇങ്ങനെ ആളുകളെ പറ്റിക്കുവാനുള്ളൊരു ശ്രമം കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അത് ഇന്നും ചിലവാക്കാൻ നോക്കി നടന്നില്ല. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം എന്നുള്ളത്, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നുള്ളത് ഫാക്ട്. അതുകൊണ്ട് നമ്മളെ ഇത് ഏറ്റവും വലിയ സത്യം, ഈശ്വരൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഈശ്വരൻ സത്യമാണ്. ആ സത്യം നമുക്ക് കൂട്ടുള്ളിടത്തോളം കാലം ഒരു പ്രശ്നമില്ല. കാരണം ഞാനൊരു ദിവസം നോക്കുമ്പം എന്നെ പറ്റി പറഞ്ഞ ആരോപണങ്ങൾ എണ്ണി പറയുവാണെങ്കിൽ ഒരു സത്യവുമല്ല. ഇന്നും വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. എന്തൊക്കെ ഞങ്ങളുടെ കുടുംബത്തെ ആക്ഷേപിച്ചു, ഈ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ആക്ഷേപങ്ങൾ വെറുതെ വായിക്ക് വരുന്നതങ്ങ് പറയുക എന്നുള്ളതായിരുന്നു സാഹചര്യം. പിന്നെ എന്തെങ്കിലും സത്യം പുറത്തു വരും എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അത് ഇന്ന് ബോധ്യം സത്യമായി തീർന്നു. നമുക്ക് കുറച്ച് വീട്ടുകാര്യങ്ങളിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ ആഘാതത്തിൻ്റെ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. കുട്ടികളെ അല്ലേ? കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പ്രായമാകുമ്പോൾ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അമ്മയുടെ ഒരു സ്ട്രെങ്ത്തിലാണോ അതൊക്കെ അങ്ങ് ഓവർകം ചെയ്യുന്നത്?
തുടക്കത്തിലൊരു ഷോക്കേ ഉള്ളൂ, പിന്നെ നമ്മളതിൽ ശീലമാവും. ഇപ്പോഴും ഒന്നും അങ്ങനെ കാര്യമായിട്ട് നമ്മളങ്ങനെ ആഘാതം ഏൽക്കാറില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. 7-8 വർഷത്തിന് മുമ്പ് ആദ്യം കേൾക്കുമ്പോഴൊരിത്, പിന്നെ നമുക്കത് ഫീലാകത്തില്ല, ശീലാവും. അപ്പോൾ ക്രിസ്മസ് ക്യാരളും ഈ സിംഗിങ്ങും ഒക്കെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, കുടുംബത്തിൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാസനകളുണ്ടോ? പാട്ട് പാടും. ചാണ്ടി ചെറുപ്പത്തിൽ അമ്മ ഞങ്ങളെ എല്ലാവരെയും എക്സ്ട്രാ കരിക്കുലർ ഒക്കെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ ഫാൻസി ഡ്രസ്സിനൊക്കെ പോകുമായിരുന്നു. എങ്ങനെയാണ് അപ്പ വീട്ടിൽ വന്നാൽ കാണാൻ കിട്ടുമോ അപ്പേ? ഇല്ല, ഫുൾ ടൈം ഓഫീസ് റൂമിലാ. എന്തെങ്കിലുമൊക്കെ തമാശകൾ പറയോ, അല്ലെങ്കിൽ അപ്പയടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്യോ? അത് ചെയ്യും, ഒക്കെ ഉത്തരമൊക്കെ പറയും. പറയും. എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പം ഇങ്ങനെ ഇരുന്ന് ഉത്തരം. അപ്പം അതാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇങ്ങനെ ഒരാളിനെ എങ്ങനെ വീട്ടിൽ പിടിച്ചിരുത്തി? അല്ല, ലോക്ക്ഡൗണിൽ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫുൾ ബിസിയായി. എങ്ങനെ? 21 ദിവസം കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നെങ്കിലും 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയല്ലോ. ആ വരാൻ തുടങ്ങിയ സമയത്ത് ഇതേ ഒരു ഡയറി എടുത്തിട്ട് ഈ ഡയറിയിൽ എഴുതി തുടങ്ങി, വിളിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്. അങ്ങനെ ഒരു 5000 പേരെ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ആ ഡയറി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എല്ലാവരുമായിട്ട് ഫോണിൽ സംസാരിക്കും. അപ്പോൾ ഈ ഒരാളെ വിളിക്കുമ്പോൾ ഈ പുള്ളിക്ക് വേണ്ടി 3 പേരെ വിളിക്കും. കുറേ കോള് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ലേഡി വിളിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് അകത്തോടെ ആരോടെ സംസാരിച്ചു, ഫോൺ വെച്ചിട്ട് അകത്തോട്ട് വന്നു. അപ്പം ഞങ്ങളകത്ത്, ഞാനും അമ്മയകത്ത് വയ്ക്കുക. അപ്പം അപ്പ അകത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സ്ത്രീ വിളിച്ചു, ഏതോ ഒരു സ്ഥലത്ത് നിന്ന്. അപ്പം 5 വയസ്സുള്ള കുഞ്ഞ് ക്യാൻസറാണ്, മരിക്കാറായി, എന്തോ പറഞ്ഞു. അവർ പറഞ്ഞു. അപ്പം അത് പറഞ്ഞപ്പോഴേ കണ്ണ് നിറഞ്ഞു, എന്തെങ്കിലും ചെയ്യണം. അപ്പം പിന്നെ അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി, എന്താ പറഞ്ഞാൽ മതി എന്ന്. പിന്നെ ഉടനെ അവിടെ നമ്പർ അവിടെ സ്റ്റാഫ് എടുത്തിരുന്നു. അപ്പോൾ തിരിച്ചു വിളിച്ചു. അപ്പം അത്രയും അനുകമ്പയുണ്ട്. ഇപ്പോൾ അഥവാ ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഏത് മണ്ഡലം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് മണ്ഡലമായിരിക്കും? അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ലേ? ഹൈപ്പോത്തറ്റിക്കലാണ്. 2 ചൂസ് ചെയ്യാനുള്ള അവകാശം എനിക്കില്ല. ഇല്ല, എന്നാലും ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ചോയ്സ് ഇപ്പോൾ ഇല്ല. അങ്ങനെ ചോയ്സ് ഇല്ല. കാരണം ഞാൻ പുതുപ്പള്ളിയിലെ വോട്ടറാണ്. അപ്പോൾ പുതുപ്പള്ളിയിലെ വോട്ടറായി തന്നെ തുടരും. അഥവാ എന്നുള്ളത് വലിയൊരു അഥവയാണ്. അഥവാ എത്തിയിട്ടില്ല ഇതുവരെ. സോഷ്യൽ മീഡിയ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് മറിയാം. ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. പുള്ളിക്ക് അതിലൊക്കെ താല്പര്യമുണ്ടോ? അപ്പൊക്കെ അതിലൊക്കെ താല്പര്യം? ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല. ഇപ്പം പിന്നെ എല്ലാവരും വന്ന് പറയും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നതുകൊണ്ട് പ്രസ് റിലീസ് കൊടുക്കും, ഇടയ്ക്ക് ചോദിക്കും പോസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കും. അല്ലാതെ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളൊരു സമയം ഏതാണ്? അല്ലെങ്കിൽ ഒരു സംഭവം പേഴ്സണൽ ആവാം, അല്ലെങ്കിൽ അപ്പയുടെ പൊളിറ്റിക്കൽ ലൈഫിനിടയ്ക്കാവാം. എന്തായാലും ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ച ഒരു കാര്യം. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്തോഷം. എന്നാലും ഓർത്തിരിക്കുന്ന ഒരു കോമൺ ഫാക്ടർ, UN അവാർഡ് കിട്ടിയത് അച്ചീവ്മെന്റ് ആയിട്ടാണ്. അപ്പം പൊളിറ്റിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും. നാച്ചുറലി നമ്മൾ അതനുസരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. UN അവാർഡ് കിട്ടിയപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. ഏഷ്യ പസഫിക് മേഖലയിൽ ഒരു CM ഓഫീസിനെ കിട്ടുക പറഞ്ഞാൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ചിലർ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന് മാത്രം. അതും എക്സ്പെക്റ്റഡ് ആണ്. അച്ചു അവിടെ എങ്ങനെയാണ്? അച്ചു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ. പിന്നെ മൂത്തയാൾ ആയതിനു ശേഷം പിന്നെ നിർത്തി. മോൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അമ്മാവനെ പോലെ. അമ്മാവനെന്നല്ലല്ലോ, എന്താ വിളിക്കുന്നത്? ചാച്ചൻ. എനിക്ക് ടെന്നീസ് മാത്രമേ ഉള്ളൂ. ടെന്നീസ് ആണ് ഇഷ്ടം. ഏത് ടെന്നീസ് പ്ലെയറിനെ ഏറ്റവും ഇഷ്ടം? റോജർ ഫെഡറർ. ഫെഡു ഫാനാണല്ലേ? അതുപോലെയൊക്കെ ഒരു പ്ലെയർ ആവുമോ? അവനാണ് ശ്രമിക്കുന്നത്. പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ടോ? ഉണ്ടോ? കൂട്ടുകാരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ടെന്നീസ് പ്ലെയർ ആവാൻ ഇഷ്ടമാണോ ശരിക്കും സീരിയസ് ആയിട്ട്? മുത്തിന് ടെന്നീസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പിന്നെ മോൻ്റെ ഇഷ്ടമാണ്, ആ പാഷനിൽ പോട്ടെ. നമ്മൾ എല്ലാവരും അവൻ്റെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആണോ? ഓ, അപ്പൊ സീരിയസ് ആണ്. ഞാൻ അപ്പയുടെ കൊച്ചുമോനാണ് എന്ന് പറയുമ്പോൾ ഒരു തലയ്ക്ക് ചുറ്റും ഒരു ഹെയിലോ ഉണ്ടോ? ഹലോ, നമ്മൾ കട്ട് ചെയ്തിട്ടാ വിടുന്നത്. അമ്മ പറഞ്ഞിട്ടുണ്ട് വെളിയിൽ എങ്ങനെ ആരടുത്തും പറയാൻ പാടില്ല എന്ന്. അപ്പയുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്താ? അപ്പയുടെ
ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്ന് ചോദിച്ചാൽ പേഷ്യൻസ് തന്നെയായിരിക്കാം. പേഷ്യൻസ് ആണല്ലേ, കണ്ടോ കുട്ടി ഇന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നോക്ക്. ഇത്രയും ക്ഷമയുള്ളൊരു ഒരാളിന് അതെന്താ മോൻ അങ്ങനെ തോന്നാൻ? പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ക്വാളിറ്റി. മുത്ത് തന്നെ അപ്പം ഇങ്ങനെ പുറകെ നടക്കും ശല്യപ്പെടുത്തിക്കൊണ്ട്. അത് മാത്രമാണോ? അതല്ല, വേറെ എന്തോ ഉണ്ട്. യക്ഷിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു, അത് തന്നെ ഏറ്റവും വലിയ പേഷ്യൻസ്. എന്തൊക്കെയാ ചോദിക്കുന്നേ അപ്പയോട്? അപ്പയോട് ചോദിക്കുന്നത് എപ്പോൾ പോവും, എപ്പോൾ വരും, പിന്നെ വേറെ ഓരോ കാര്യങ്ങളാകും. അകത്ത് വന്ന് സിനിമ കാണാനൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇരുന്ന് സിനിമയൊക്കെ കാണുമോ? ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണുമോ? ലോക്ക്ഡൗണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നീട് അങ്ങനെ കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേ ഉറങ്ങിപ്പോവും. ചാച്ചനെ പോലെ കുറച്ചാൾ കഴിയുമ്പോൾ ഖദറൊക്കെ കിട്ടണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല. അതെന്താ അപ്പം ഇങ്ങനെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നോണ്ടായിരിക്കും അല്ലേ? അല്ല അല്ല, എനിക്ക് എന്തോ ഒരിഷ്ടമല്ല അത്. കുറച്ചുകൂടെ വലുതാവുമ്പോൾ എന്താവുന്നെന്ന് ആര് കണ്ടു അല്ലേ? അഭിപ്രായമൊക്കെ മാറി മറിഞ്ഞ്. അപ്പോൾ ഒരുപാട് നന്ദി രണ്ടുപേർക്കും, 3 പേർക്കും. താങ്ക് യു. രാഷ്ട്രീയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.